ഹായ്, എൻ്റെ പേര് സിമ്പിൾ. ഞാനൊരു ലൈഫ് കോച്ചും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാണ്. നമ്മൾ ചില മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ പല പല കൺസെപ്റ്റുകളും പല പല വാക്കുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അവരാരും തന്നെ ചിലപ്പോൾ ക്ലിയർ ആക്കാറില്ല ഇതൊക്കെ എങ്ങനെ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കൂ, നിങ്ങൾ മനസ്സിൽ അത് വെച്ചുകൊണ്ടിരിക്കല്ലേ, അത് വിട്ട് കളയൂ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്, ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ കുറെ വാക്കുകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രാക്ടിക്കലി നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തത്, നമുക്ക് എല്ലാവർക്കും വേണ്ടത് സ്നേഹമാണല്ലോ. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിനെ കുറിച്ച് ആദ്യം തന്നെ സംസാരിക്കാം. അൺകണ്ടീഷണൽ ലവ്. ഈ അൺകണ്ടീഷണൽ ലവ് എന്ന പേര് പറയുന്നത് പോലെ കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം. ഇത് പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മളെല്ലാവരും സ്നേഹിക്കുമ്പോൾ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, തിരിച്ചെന്നെയും ഇങ്ങോട്ട് സ്നേഹിക്കണം, കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എനിക്കൊന്നും തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ളത്. അതായത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ബിസിനസ്സാണ് സ്നേഹത്തിൽ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തരാം, പകരം നീ ഇത്രയും കാര്യങ്ങൾ ഇങ്ങോട്ടും ചെയ്തു തരണമെന്ന് നമ്മൾ പറയാതെ പറയുന്നുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്നും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോഴോ തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഇയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും? ആ രീതിയിൽ നിങ്ങൾ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനും നിങ്ങൾ പഠിക്കുക. അത് പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിലും, ഞാൻ ചിരിച്ചു പക്ഷെ അവരിങ്ങോട്ട് തിരിച്ച് പുഞ്ചിരിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയ്ക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലൈക്ക് അടിച്ചു പക്ഷെ അവരെൻ്റെ ഫോട്ടോയ്ക്ക് തിരിച്ച് ലൈക്ക് അടിച്ചില്ല, ഞാനൊരു കമന്റ് ഇട്ടു പക്ഷെ അവർ കമന്റ് ഇട്ടില്ല, മറ്റുള്ളവർ എന്നെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു അപ്രൂവൽ പ്രതീക്ഷിക്കാതെ നമ്മളായിട്ടിരിക്കുക, നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ നിന്നിട്ട് നമ്മളായി നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കുക. അല്ലാതെ അവരെന്നെ സ്നേഹിക്കണം, ഇവരുടെ അപ്രൂവൽ എനിക്ക് ആവശ്യമാണ്, പക്ഷെ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാത്തത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ കംപ്ലൈനിങ്, ക്രിട്ടിസൈസിങ്, ഇതൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കുക. പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ച് പ്രതീക്ഷിക്കാതെ, എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ നമ്മൾ ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ ശരിക്കും. എക്സ്പെക്ടേഷൻസ് അവിടെ നമ്മൾ ഇൻഡു ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം നമ്മൾ ആക്സെപ്റ്റൻസ്, ആ വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ എന്നെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, മറ്റുള്ള വ്യക്തി അവരിങ്ങനെയാണ്, ഈ അവസ്ഥയിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ബന്ധങ്ങൾ മാത്രം നമ്മൾ ലൈഫിൽ നിലനിർത്തുക.